നമ്മളിപ്പോൾ നടക്കുന്നത് നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റിലൂടെയാണ്. സോ നൈസാണ്. ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇതുപോലെ അത് അമ്മയുടെ ചോദിക്കേ. അപ്പോൾ നമ്മളിതേ അവിടെ നിൽക്കുന്ന ആ കറിവേപ്പാണ് നമ്മൾ ഇപ്പോൾ വെട്ടാൻ പോകുന്നത്, വേപ്പിലക്കട്ടി ഉണ്ടാക്കാൻ. അതിൻ്റെ ഇലയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കറിവേപ്പില. ആഹാ, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി പറിച്ചോണ്ട് വെട്ടിക്കൊണ്ട് വന്നതല്ലേ? അതെ. അതിങ്ങനെ ഈ മഴക്കാലം ആകുമ്പോ ഇങ്ങനെ ഒരുപാട് പൊക്കി വിടാതെ ഒരുപാട് കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാറാണ്. അപ്പൊ അത് വിത്തവണയും എല്ലായിടത്തും ഒക്കെ ഈ കോവിഡ് ഉള്ളതുകൊണ്ട് ആരും പറഞ്ഞിട്ട് വന്നില്ല, എടുത്തോണ്ട് പോക്കോളാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ കരുതി ഇവളെന്നോട് പറഞ്ഞൊരു വേപ്പിലക്കട്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇവളും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി, വളരെ ടേസ്റ്റി ആയിരുന്നു. അതേ പ്രേക്ഷകർ ഇതൊന്ന് കണ്ടോ, അതേ അത് സ്വല്പം ഒരു ടിൻ നിറയെ ഉണ്ടായിരുന്നു നീ ഉണ്ടാക്കിയത്. അപ്പൊ ഇവളോട് ചോദിച്ചാണ് ഞാനിത് ഇപ്പൊ ചെയ്യുന്നത്. ആ റെസിപ്പി മകളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അതിന് ഞാൻ കറിവേപ്പില കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നു. ഒരുവിധം വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടേ. ഇനി നമുക്ക് അടർത്തിയെടുക്കണം. ഇത് ഓരോ തണ്ടെടുത്ത് നമുക്ക് അടർത്തിയെടുക്കാം. ഞാൻ എങ്ങനെയാണെന്നറിയോ കാണിക്കുന്നത്? എങ്ങനെ അങ്ങ് പിടിക്കും, എങ്ങനെ അങ്ങ് പിടിച്ചേച്ച് എളുപ്പവഴി കേട്ടോ. അതെ, എളുപ്പവഴി. എനിക്കെല്ലാം എളുപ്പവഴി ക്രിയല്ലേ, അതാണ് നല്ലതും. നന്നായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. ടൈം കറക്റ്റ് ആക്കി എടുക്കുക, പിന്നെ നീറ്റായിട്ട് ചെയ്യുക. ഇതൊക്കെ എപ്പോഴും കഴുകി എടുക്കണം. മഴയില്ലാത്തതുകൊണ്ടേ ഞാൻ വൃത്തിയായിട്ട് കഴുകിയെടുത്ത്. അന്ന് നീ ഉണ്ടാക്കിയപ്പോ നല്ല മഴയത്തല്ലേ, അപ്പൊ ശരിക്കും ക്ലീൻ ആയിട്ട് വേപ്പേര് നിൽക്കുമായിരുന്നു. ഇതിപ്പോ അത് പറ്റില്ല, വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നമ്മള്. അതെ, വേപ്പിലക്കട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേപ്പില ഒന്ന് ഫ്രൈ ചെയ്യുക. അതെ, കിരികിരാന്ന് ഫ്രൈ ചെയ്യണം. ലാസ്റ്റ് മിക്സിയിൽ പൊടിക്കാനുള്ളതാ. അപ്പൊ ആ പരുവത്തിന് കിരികിരാന്ന് നല്ലോണം ഫ്രൈ ചെയ്യണം. വിസ്തൃതമുള്ള ചീനിച്ചട്ടിയാണെങ്കിൽ അതിന് പറ്റുള്ളൂ. അതെ. അപ്പൊ ഞാനത് അടുപ്പത്ത് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതെ, ഫ്രൈ ചെയ്ത് ലാസ്റ്റ് ഫോം എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഓഫ് ചെയ്യണ സമയത്ത് നല്ല ഇങ്ങനെ നീ പറഞ്ഞ പോലെ അങ്ങനെ വന്നാലേ പൊടിച്ചെടുക്കാനുള്ളതല്ലേ. അതെ, നമ്മുടെ വേപ്പിലതേ അമ്മയുടെ ഭാഗത്തിന്. അതെ, പേപ്പർ പോലെ അല്ലേ? ഇപ്പൊ പൊടിക്കുമ്പോ ഇതായിട്ട് കിട്ടും. പക്ഷെ നീ ഉണ്ടാക്കി ഇച്ചിരിയുടെ ഭംഗിയായിരുന്നു ഇത് കാണാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു പരുവത്തിൽ വരണം, എന്നാലാണ് പൊടിക്കാനായിട്ട് എളുപ്പം വരുള്ളൂ. സൗണ്ട് കേട്ടോ, ഇത് തന്നെ. ഇനി നമുക്ക് പാത്രം മാറ്റാം. അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്ന ചൂട് കണ്ടമാനാവും ഒന്ന്. പിന്നെ മറ്റുള്ളതൊക്കെ ചൂടാക്കി എടുക്കണ്ടേ. നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടിട്ടുണ്ടേ. ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കുവല്ല, ഒരു ലൈറ്റ് ചുവപ്പ് നിറാവുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഡാർക്ക് ബ്രൗൺ ആകണ്ട. അപ്പം തേങ്ങ വറക്കുന്നതിന് മുമ്പ് ആ ചീനിച്ചട്ടിയിലേക്ക് ഒരു തരി, അലൂമിനിയം ചീനിച്ചട്ടിയല്ലേ, വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ അടി പിടിച്ചു പോകും. അത് കാരണം ഒരു തരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് തേങ്ങ വറക്കണ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം ആ രീതിയിൽ ഞാൻ തേങ്ങ അതിലേക്കിട്ട് ആദ്യം നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്നു കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഡാർക്ക് ബ്രൗൺ ആകരുത്, ലൈറ്റ് പിങ്ക് പോലെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ആ പാകത്തിന് കാണിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ
ഇത് ഈ പരുവത്തിനാണ് വാങ്ങിയേക്കണത്. ഇനി ഇപ്പൊ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഡാർക്ക് ബ്രൗൺ ആകണ്ട വേപ്പിലക്കെട്ടയ്ക്ക്. മറ്റേ തേങ്ങ വറുത്ത് പൊടിച്ച ചമ്മന്തി ആണെങ്കിൽ ശരിക്കും ബ്രൗൺ നിറാവണം. ഇതിപ്പോ വേപ്പില ചേർക്കാനുള്ളതല്ലേ. അപ്പൊ ഈ പരുവത്തിന് ഇത് നമ്മൾ വാങ്ങി. ഇനിയിപ്പൊ ഇത് തണുക്കാൻ അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേപ്പില നമുക്ക് എന്തൊക്കെയാന്ന് കാണിച്ചു കൊടുക്കാം. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് പൊടിക്കണം. ഇപ്പൊ ഇത് ഈ പരുവത്തിന് വാങ്ങിയതൊന്ന് കാണിച്ചു തന്നു കേട്ടോ. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം അല്ലേ? തണുക്കാൻ ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ കൂടുതൽ അതിൽ വങ്ങും. അപ്പൊ വേറൊരു കിണ്ണത്തിലേക്ക് ഏതിലേക്കെങ്കിലും മാറ്റി റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക അല്ലേ. ഇനി നമുക്ക് ഒരു വാളം ഉഴുന്ന് പരിപ്പ്. ഞാൻ ഒരു 4-5 മുളക് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ചെറുതായതുകൊണ്ട് 4-5 വറ്റൽമുളക്, പിന്നെ ഒരു നുള്ള് പച്ചരി, പിന്നെ ഒരു പീസ് ശർക്കര, അതുപോലെ തന്നെ വാളംപുളി. ഇതിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരിയും ഉഴുന്നും വറ്റൽമുളകും ഒക്കെ സെപ്പറേറ്റ് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലേക്ക് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പുളിയും ശർക്കരയും ഈ കറിവേപ്പിലയും തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടെ മിക്സ് ചെയ്തല്ലേ ചൂടാക്കണം. അങ്ങനെ ചൂടാക്കുമ്പോ നിങ്ങളെ വ്യത്യസ്തമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇതിപ്പോ ഓരോന്നോ വറുത്തെടുക്കണം. ആദ്യം നമുക്ക് ഉഴുന്ന് വറക്കാം അല്ലേ. ഓരോന്നിനും ഓരോ വേവാണ്, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഉഴുന്ന് വറുത്തേച്ച് നമുക്കില്ലേ എല്ലാം ഇനി വേപ്പിലായിട്ട് അങ്ങ് ചേർത്ത് വെക്കാമല്ലോ. ഒന്നിച്ച് ചൂടാക്കാനല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അരി വറക്കണം, പിന്നെ മുളക് വറക്കണം അല്ലേ. പിന്നെ ശർക്കരയും പുളി അതിലേക്ക് ചേർത്ത് ചൂടാക്കുമല്ലേ. ഞാൻ കണ്ടില്ലായിരുന്നു നീ അങ്ങനെ ഒന്ന് ചെയ്ത്, പക്ഷെ നല്ല ടേസ്റ്റിയാ അല്ലേ. വെറുതെ പോകുന്ന കറിവേപ്പിലേക്കാണ് സൂപ്പറായിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുറെ കാലം നിൽക്കും. ഇതേ ഉഴുന്ന് ചുമന്ന് ഉഴുന്നിന്റെ പാകമായി കേട്ടോ. ഇതേ ഉഴുന്ന് ഞാൻ എടുത്തതേ ഈ വേപ്പിലയിലേക്ക് ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പച്ചരി ചെയ്യാം. പച്ചരിയും പെട്ടെന്നാവും, മുളക് വളരെ പെട്ടെന്നാവും അല്ലേ. ഇതുപോലെ പച്ചരി ഈ പച്ചരിയും ഉഴുന്നും ഒക്കെ ചേർക്കണത് എനിക്ക് തോന്നുന്നു വേപ്പിലയുടെ ടേസ്റ്റിലേക്ക് അങ്ങ് ഇറങ്ങി മൊത്തം വേപ്പിലയുടെ ഒരു കുത്ത് വരാതിരിക്കാനായിരിക്കും അല്ലേ. എല്ലാം ഇതും കൂടെ ആകുമ്പോൾ ഒരു ഫൈൻ ഫോമിലേക്ക് വരും. നീ ഉണ്ടാക്കി അത് നല്ല രുചിയുണ്ട്. അത് എല്ലാത്തിനും ഞാനിടയ്ക്ക് ചോറിന് കൊടുക്കാറുണ്ട്. ഇഡലിയുടെ കൂടെ ബെസ്റ്റ് ആണ് കേട്ടോ. ഇഡലി ദോശ ഐറ്റത്തിന്റെ കൂടെ ഒക്കെ സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് കമ്പൈൻ ചെയ്ത് പോകും. എല്ലാവർക്കും ഇഷ്ടം. ഇഡലി, ദോശ, നെയ് റോസ്റ്റ്, റവ ദോശ എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കമ്പൈൻ ചെയ്ത് പോകും കേട്ടോ. ഞങ്ങളിപ്പോ ഇഡലി ഉണ്ടായി കഴിഞ്ഞാൽ സ്ഥിരം വേപ്പിലക്കട്ടിയാ. അത് കുറെ ഇരുന്നത് കാരണം ചോറിന്റെ കൂടെ നല്ലതാ, കറിയൊന്നും ഇല്ലെങ്കിൽ. ഞാൻ ചോറിന്റെ കൂടെ ഞാൻ എടുത്തായിരുന്നു ഉച്ചയ്ക്ക്. അരി ഈ ചുമപ്പ് ചേർക്കുവാണേ. അതെല്ലാം അവിടെ കിടന്നോളൂ ഇനിയില്ലേ. നമ്മൾ ഇത് മാറ്റുമ്പോൾ എപ്പോഴും ചൂടാക്കാത്ത ഇരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിൽ പിന്നെ ചൂടായിട്ടിരിക്കില്ല. ചൂടാക്കി വറുത്ത് വെച്ച പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും കരിയും. ന്യൂ ജനറേഷന് വേണ്ടി പറഞ്ഞാട്ടോ, ന്യൂ ജനറേഷൻ. ബാക്കിയുള്ളവരൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പൊ ഇനിയിപ്പോ ഈ മുളക് മതിയാവൂന്ന് എനിക്ക് തോന്നുന്നു. മതി, നമുക്ക് അധികം എരിവ് വേണ്ട. അധികം എരിവ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എരിവ് നീ പറഞ്ഞ പോലെ ആവശ്യം എന്നുള്ളവർ അതനുസരിച്ച് എരിവ് ചേർത്തോളൂ അല്ലേ. ഇത് എരിവ് മുളക് തന്നെയാണ്, പിരിയമുളകിന്റെ അല്ല. അത് കണ്ടാ അറിയാലോ. അപ്പൊ ഞങ്ങൾക്ക് ഇത് മതി എന്നുള്ളത് കൊണ്ട് ഇത്ര ഉപയോഗിച്ചോളൂ. ഈ വേപ്പില അങ്ങ് ചുരുങ്ങും നമ്മൾ പൊടിക്കുമ്പോ. അത്രയും കാര്യം കാണുമ്പോ ഉണ്ടെങ്കിലും ചുരുങ്ങും. മതി. സ്മെല്ല് വന്നു തുടങ്ങി. മതി. ചെറുതായിട്ട് ഒരു ബ്ലാക്കിഷ് കളർ പോലെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങ് വാങ്ങിയേക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് കഴിഞ്ഞു. കംപ്ലീറ്റ് വറക്കുമ്പോ അതാ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും കരിയരുത്. ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരാം. ഇതെല്ലാം ഒന്ന് കാണിക്കാം നമുക്ക്. ഇത്ര ഐറ്റംസ് ഞാൻ കാണിക്കാവേ. എല്ലാം അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങ നമ്മൾ കുറച്ച് മുമ്പ് വറുത്ത് വെച്ചതാണ്. വറുത്തെന്ന് പറഞ്ഞാൽ ഈ പാകത്തിനാണ് തേങ്ങ എടുക്കണ്ട കേട്ടോ. ഈ ബ്രൗൺ ആകരുത്, ഒരു പിങ്കിഷ് ബ്രൗൺ പോലെ ഇരിക്കണം, ലൈറ്റ് കളറ്. അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് വേപ്പിലക്കെട്ടിക്ക് വേറെ രുചിയും വരും, കളറും ആവും. അപ്പൊ ഈ കളർ മതി. ഇതും ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് വെച്ചേക്കണം. അല്ലേ ഇനി നമുക്ക് പൊടിക്കുന്നതിന് കുറച്ച് മുമ്പ് ഒന്ന് ചൂടാക്കി വെച്ച് കായപ്പൊടി ചേർക്കണം അല്ലേ. കായപ്പൊടി, ശർക്കരയും
പുളിയും ചേർക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മിക്സ് ആയിട്ട് ഇവിടെ ഇപ്പോൾ ഇരുന്നോട്ടെ. നമുക്ക് പിന്നെ ചൂടാക്കാം. അത് മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഞാനൊന്ന് ഇളക്കിക്കോട്ടെ കേട്ടോ. അതെ മിക്സ് ചെയ്തൊന്ന് കാണിക്കുന്നു. നല്ല രസമല്ലേ? അതെ കിരികിരൂന്നി. വേപ്പില, ഉഴുന്നുപരിപ്പ്, പച്ചരി, തേങ്ങ, പിന്നെ ഇത് വറ്റൽമുളക്, ഇത്രയും വറുത്തത് ഒന്നിച്ച് മിക്സ് ചെയ്ത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആക്കിട്ടോ വറുത്തത്. ഇനി ദേ പുളി ഇത്ര ആദ്യം ഇട്ട് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് പോരായി ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച് നോക്കാം. മൊത്തം ഇടണ്ട. ഇച്ചിരി ശർക്കര കേട്ടോ. ഇച്ചിരി ശർക്കര നമ്മളിടും. ശർക്കര ഇട്ടാലാണ് അതിൻ്റെ തനതായ ടേസ്റ്റ് വരുള്ളൂ. കായ കേട്ടോ. പിന്നെ ഉപ്പ ഇല്ല, കായ എന്താ എടുത്ത് വെച്ചേക്കണം. പിന്നെ ഉപ്പ് ചേർക്കണം. അത് നമുക്ക് പൊടിക്കാൻ നേരത്തെ ചേർക്കാം. പിന്നെ ഒരു തരി കായത്തിൻ്റെ അധികം ടേസ്റ്റ് വേണ്ട നമ്മളെ സംബന്ധിച്ചല്ലേ. ഇതുപോലെ മതി. ഇവിടെ കായത്തിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. പിന്നെ ഈ പുളിയും കായവും ശർക്കരയൊക്കെ ചേർക്കണത് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച്. അപ്പം ഇതെല്ലാം കൂടെ ഒന്നൊന്ന് ചൂടാക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പം നമുക്ക് പൊടിച്ചെടുക്കാം. ഒന്ന് മിക്സ് ആവാനും പിന്നെ പൊടിയാനും വേണ്ടി കേട്ടോ ചൂടാക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് സ്വല്പ സമയമായി. തീരെ ചൂടില്ലെങ്കിൽ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടൂല. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇപ്പം തേങ്ങ വറുത്തേച്ച് അരയ്ക്കാനാണെങ്കിലും ഒരു സ്വല്പം ചൂടോട് കൂടിയാണ് നമ്മൾ അരച്ചെടുക്കണം. ഒരു ചെറിയ നേരിയ ചൂട്. ഫുൾ ചൂടിലൊരു സാധനം മിക്സിയിൽ ചേർക്കരുത്. ഒരു ചെറിയ ചൂടിൽ അരച്ചാലേ അരഞ്ഞു കിട്ടുള്ളൂ. അതുപോലെ ഇതും പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് മിക്സായിട്ട് നമ്മൾ ചെറിയ അത് തൊട്ട് നോക്കി അറിയാം വേപ്പില ചൂടായില്ല. ചെറിയ ഒരു ചൂടോടുകൂടി മിക്സിയുടെ ബൗളിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. ചൂടൊക്കെ അതേ പാകത്തിനായില്ലേ, നേരിയ ചൂടായി. നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ചേർക്കാം. എന്നിട്ട് പൊടിക്കാം. ഞാൻ മിക്സി ബൗളെടുത്തോണ്ട് കേട്ടോ. നല്ല ചൂടോടുകൂടി ഇടരുത്. നല്ല ചൂടുണ്ടെങ്കിൽ ചൂട് നന്നായി ആറിയതിന് ശേഷമേ ഇടാവുള്ളൂ. ഒരു പൊടി നേരിയ ചൂടുണ്ടെങ്കിലേ, ഞാൻ റിപ്പീറ്റ് ചെയ്യുവാന്ന് തോന്നരുത്, നേരിയ ചൂടുണ്ടെങ്കിലാട്ടോ പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഒട്ടും ചൂട് അധികം പാടില്ല. മിക്സിയിൽ അധികം ചൂട് ഇടാൻ പാടില്ല എന്നറിയാമല്ലോ. ഇതാദ്യം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച് മറ്റത് ചേർക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വേപ്പില കട്ടി ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല. വേപ്പിലയൊക്കെ ധാരാളം ഉള്ളവർ പാഴാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്യാം. മഴക്കാലത്താകുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് കറിവേപ്പില മരത്തിൽ നിന്ന് ധൈര്യമായിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാം. വേനലാകുമ്പോൾ മരം ഉണങ്ങി പോകുമെന്നൊരു സംശയം വരും. മഴക്കാലത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പം അതുപോലെ വേപ്പില മരം ഇല്ലാത്തവർ വേപ്പില അധികമൊക്കെ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഒരാഴ്ചത്തേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ചുടുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ പേജ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണും വരേക്കും. ബൈ.